ഹായ് ഫ്രണ്ട്സ്, നൂഡിൽസ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. അപ്പോൾ ഇന്ന് നമുക്കൊരു ഹോം മെയ്ഡ് നൂഡിൽസിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ ആട്ട ഉപയോഗിച്ചിട്ടാണ് നമ്മളത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആദ്യം ഒരു പാത്രത്തിലോട്ട് 1 കപ്പ് ആട്ടയുടെ പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നോർമൽ വാട്ടർ ഒഴിച്ചിട്ട് തന്നെ ചെറുതായിട്ട് കുറേശ്ശെ ഒഴിച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഇതൊന്ന് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ മാവ് കുറച്ച് ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണം. അപ്പോൾ എന്ത് ചെയ്യുക, 1 ടീസ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം ഒന്ന് മാറ്റി വെക്കുക. ഇനി നമ്മൾ ഗ്യാസിലോട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലോട്ട് 3 കപ്പ് വെള്ളം, സാധാരണ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതൊന്ന് തിളപ്പിച്ച് വെക്കണം. ആ സമയം കൊണ്ട് ഇതൊന്ന് സോഫ്റ്റ് ആവും. ഇനി നമ്മൾ എടുത്തു തന്നിരിക്കുന്നത് നൂൽപുട്ടൊക്കെ ഉണ്ടാക്കുന്ന സേവനായി നമ്മൾ എടുത്തിട്ടുണ്ട്. ആ അച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്, ഏറ്റവും ചെറുത്. അത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കാം, ഏത് വേണമെന്നുള്ളത്. വലിയതാണെങ്കിൽ വലിയ അച്ചിട്ട് കൊടുക്കാം, അതല്ല ചെറിയതാണെങ്കിൽ ചെറിയ അച്ചിട്ട് കൊടുക്കാം. ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇനി നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് വെള്ളം നന്നായിട്ട് തിളച്ച് വരണം. അപ്പോൾ തിളച്ച് വരുമ്പോൾ അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പ് കൂടി തന്നെ നിന്നോട്ടെ. ഇനി അതിലോട്ട് 1 ടീസ്പൂൺ ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കുക. ഏത് ഓയിലാണെങ്കിലും മതി, സൺഫ്ലവർ ഓയിലാണെങ്കിലും. ഇനി നമുക്ക് ഇതിലോട്ടൊന്ന് നന്നായിട്ടൊന്ന് സ്ക്യൂസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കുറച്ച് ടൈറ്റ് ഉണ്ടാവും. ഇനി മാവ് കുറച്ച് ലൂസാക്കിയിട്ടാണെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് എല്ലാ മാവും അതിൽ സ്ക്യൂസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 2 സെക്കൻഡ് ഒന്ന് തിളപ്പിച്ച് കൊടുക്കും. ഒരുപാട് തിളപ്പിക്കരുത്, തിളപ്പിച്ചാൽ അത് കുഴഞ്ഞു പോകും. ഇനി നന്നായിട്ട് അതൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കണം. ഇതുപോലൊരു നമ്മൾ ചോറൊക്കെ വാർക്കുന്ന ഒരു തട്ടെടുത്തിട്ട് അതിലോട്ടൊന്ന് വാർത്തെടുത്താൽ മതി. അതിനുശേഷം ഒരു 3 കപ്പോളം വെള്ളം, നോർമൽ വാട്ടർ അതിലോട്ട് ഒഴിച്ച് കൊടുക്കുക. ഒഴിച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ പശപ്പൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. ഈ ഗ്യാസിലോട്ട് സെയിം പാനിന് വെച്ചിട്ട് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. 1/4 ടീസ്പൂൺ വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, 1 പച്ചമുളക് അരിഞ്ഞെടുത്തതാണ്. ഇനി 1 മീഡിയം സൈസ് സവാള അരിഞ്ഞെടുത്തതാണ്, അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലോട്ട് നമ്മളൊരു ചെറിയ ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞതാണ്, അതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, ഒന്ന് വഴറ്റി കൊടുക്കുക. ശേഷം അതിലോട്ട് 1 തക്കാളി വലുതാക്കി നീളത്തിൽ അരിഞ്ഞതാണ്, അതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് നമ്മുടെ ഇഷ്ടാനുസരണം കുറച്ച് പിടി മല്ലിയിലയും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഡ്രെയിൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നൂഡിൽസ് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് പൊട്ടിപ്പോവാതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാം മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഹോം മെയ്ഡ് നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ഹെൽത്തി ആയിട്ട് കൊടുക്കാം, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാം, അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ഒന്ന് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.